ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ടിൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി എത്ര ഫണ്ടുകൾ വേണം എന്നത് എപ്പോഴും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് വിവിധ സെക്ടറുകളിലെ സ്റ്റോക്കിലും വിവിധ മാർക്കറ്റ് ക്യാപ്പുകളിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ലക്ഷ്യമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നാം ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മുഴുവനും ഹൈ റിസ്ക്കായ സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാതെ അത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഡിവൈഡ് ചെയ്ത് പോകാനുള്ള, അതുവഴി നമ്മുടെ നഷ്ടം കുറക്കാനുമുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു മ്യൂച്വൽ ഫണ്ടായാലും നമ്മളൊരു 7 വർഷം മുതൽ ഒരു 10 വർഷം വരെയെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം വിഷനോട് കൂടിയാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തേക്ക് ചെയ്യാവുന്ന ഒരു സിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫണ്ടുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇവിടെ എത്ര ഫണ്ട് വേണം എന്നുള്ള ചോദ്യത്തിന് നേരിട്ട് ഞാൻ ആദ്യം ഉത്തരം പറയാം. 3 ഫണ്ടുകൾ ധാരാളമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ലാർജ് ക്യാപ് ഫണ്ടും ഒരു ഫ്ലക്സി ക്യാപ് ഫണ്ടും ഒരു സ്മോൾ ക്യാപ് ഫണ്ടും അടങ്ങിയ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോ നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ളതും അതേസമയം ഗ്രോത്ത് പ്രദാനം ചെയ്യുന്നതും കൂടാതെ ഒരു മോഡറേറ്റ് റിസ്ക് അടങ്ങിയതുമായ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിന് യോജിച്ച ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഫണ്ടുകളിലും ഒരേപോലെ പണം വീതിച്ചിട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, മറിച്ച് ഇതിൽ കൊടുക്കുന്ന വെയിറ്റേജ് വ്യത്യസ്തമായിരിക്കണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരാം. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണത്തിലൂടെ ആ ഒരു അലോക്കേഷൻ എത്ര വേണമെന്ന് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾ 10,000 രൂപയുടെ ഒരു സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഓരോ മാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലാർജ് ക്യാപ്പിൽ 5,000 രൂപ, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ 50%. അതേപോലെ ഫ്ലെക്സി ക്യാപ്പിൽ 3,000 രൂപ, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 30%. അതുപോലെ സ്മോൾ ക്യാപ്പിൽ 2,000 രൂപ, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20%. അപ്പോൾ ഇത് നിങ്ങളുടെ റിസ്ക് അപ്പിറ്റൈറ്റ് അനുസരിച്ചിട്ട് ചെറിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം. അല്ലാണ്ട് ഇതിങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല. ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിസ്ക് അപ്പിറ്റൈറ്റ്. ഏതായാലും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ 3 കാറ്റഗറിയിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ, ഏത് AMCയുടെ ഏത് കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതുപോലെ റെഗുലർ പ്ലാനാണോ ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലാനാണോ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്, ഈ 3 ഫണ്ടിലായാലും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഗ്രോത്ത് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫണ്ട്, അല്ലാണ്ട് റെഗുലറോ അതുപോലെ ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ള മറ്റ് ഫണ്ട് കാറ്റഗറിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏത് ഫണ്ടായാലും അത് ഡയറക്റ്റ് ഗ്രോത്ത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ലാർജ് ക്യാപ് ഫണ്ടുകൾ നോക്കാം. അപ്പോൾ ലാർജ് ക്യാപ് എന്ന് പറയുന്നത് നിഫ്റ്റി 50യിലെ ടോപ്പ് 100 കമ്പനികളായിട്ടുള്ള ബ്ലൂ ചിപ്പ് കമ്പനികളിൽ അവരുടെ സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. അപ്പോൾ ഈ ടോപ്പ് 100 സ്റ്റോക്കുകളിൽ പഠനം നടത്തി അവയിൽ ഏറ്റവും വളർച്ചാ സാധ്യത ഉള്ളവയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഫണ്ടിനെ ആക്റ്റീവായി മാനേജ് ചെയ്യാൻ ഫണ്ട് മാനേജർമാരെ ഓരോ AMCയും അഥവാ ഓരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അതിന് ആ മാനേജർമാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു നല്ലൊരു തുക ഫീസ് ഈടാക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു ഫീസിനെയാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ലീഡിംഗ് ആയ 7 ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എടുത്താൽ അവയുടെ എക്സ്പെൻസ് റേഷ്യോ ഏകദേശം ആവറേജ് നോക്കുകയാണെങ്കിൽ 0.5 മുതൽ ഒരു 1% വരെ അവർ എക്സ്പെൻസ് റേഷ്യോ ഈടാക്കുന്നതായി കാണാം. എന്നാൽ ഇതൊക്കെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ടാണ് 0.5 മുതൽ 1% വരെയുള്ളൊരു എക്സ്പെൻസ് റേഷ്യോ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതൊരു റെഗുലർ ഫണ്ട് ആയിരുന്നെങ്കിൽ ഇത് അതിലും എത്രയോ കൂടുതലാവാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയരുത്. അപ്പോൾ ഇങ്ങനെ ഉയർന്ന ഫീസ് ഈടാക്കി ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ അതിനാനുപാതികമായൊരു റിട്ടേൺ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ടോപ്പ് ലീഡിംഗ് ഫണ്ടുകൾ നമുക്ക് എടുക്കാം. ഇപ്പം 24 ലീഡിംഗ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ 3 വർഷത്തെ റിട്ടേൺ നോക്കിയാൽ അതിൽ നിഫ്റ്റി 50 ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തത് വെറും 4 മ്യൂച്വൽ ഫണ്ടുകളാണ് എന്ന് കാണാൻ കഴിയും.
ഇനി 5 വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിന് മാത്രമാണ് നിഫ്റ്റി 50 ഇൻഡെക്സിന് ബീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി നിങ്ങൾ 7 വർഷത്തെ കുറച്ചും കൂടി ലോങ് ടേം ആയിട്ടുള്ള റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലും, ഒരു ലാർജ് ക്യാപ്പ് ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് പോലും നിഫ്റ്റി 50യെ ബീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വളരെ അപ്രിയമായൊരു സത്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇത് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ 7 വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 14.17% ആണ്. എന്നാൽ മിറായ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ടിൻ്റെ 14.04%, ഇത് CAGR ഗ്രോത്തും, അതുപോലെ കനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഈക്വിറ്റി ഫണ്ടിൻ്റെ 13.97 CAGR ഗ്രോത്തും, അതുപോലെ ICICI ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെത് 13.82 CAGR ഗ്രോത്തും, നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്പിൻ്റെത് 13.1 CAGR ഗ്രോത്തും, അതുപോലെ HDFC ടോപ്പ് 100 ഫണ്ടിൻ്റെത് 13.08 എന്നുള്ള ഒരു CAGR ഗ്രോത്തും, അതുപോലെ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെത് 12.72 എന്നുള്ള ഒരു CAGR ഗ്രോത്തും, അതുപോലെ SBI ബ്ലൂ ചിപ്പിൻ്റെത് 12.3 എന്ന CAGR ഗ്രോത്തുമാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ലീഡിംഗ് ആയിട്ടുള്ള ഈ ടോപ്പ് ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് ഫണ്ടുകൾക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ 14.17 എന്നുള്ള റിട്ടേൺ അടുത്തെത്താൻ പറ്റിയിട്ടില്ല 7 വർഷം കൊണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 7 മ്യൂച്വൽ ഫണ്ടിൻ്റെയും എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾ നോക്കുക, അത് 0.5 മുതൽ 1% വരെയാണ്. എന്നാൽ ഇവരെക്കാൾ കൂടുതൽ റിട്ടേൺ തരുന്ന നിഫ്റ്റി 50 ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന അവയുടെ 5 വർഷത്തെ റിട്ടേണും എക്സ്പെൻസ് റേഷ്യോ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ UTIയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൻ്റെ 5 വർഷത്തെ റിട്ടേൺ 15.07% ആണ്. പക്ഷേ എക്സ്പെൻസ് റേഷ്യോ 0.21 ആണ്. അതേപോലെ HDFC ഇൻഡെക്സ് ഫണ്ടിൻ്റെ നിഫ്റ്റി 50 പ്ലാനിൻ്റെ 5 വർഷത്തെ റിട്ടേൺ 14.98 ആണ്. എക്സ്പെൻസ് റേഷ്യോ 0.2 ആണ്. അതേപോലെ ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെത് 15.06 ആണ്. എക്സ്പെൻസ് റേഷ്യോ 0.17 മാത്രമാണ്. SBI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ 14.89 ആണ്. എക്സ്പെൻസ് റേഷ്യോ 0.18 മാത്രമാണ്. അപ്പോൾ 0.1നും 0.2നും ഇടയിൽ നേരിയ ഒരു എക്സ്പെൻസ് റേഷ്യോ മാത്രമാണ് ഇൻഡെക്സ് ഫണ്ടുകൾ ഈടാക്കുന്നത്. എന്നാൽ അത് ലാർജ് ക്യാപ്പ് ബ്ലൂ ചിപ്പ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളെക്കാൾ ബെറ്റർ റിട്ടേണും നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലെയുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഈ 4 ഫണ്ടുകളുടെയും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 5000 കോടിയിൽ കൂടുതലുണ്ട്. കൂടാതെ 5 വർഷത്തിൽ കൂടുതൽ പഴക്കവുമുണ്ട്. അപ്പോൾ ഈ ഒരു താരതമ്യത്തിൽ ഏതെങ്കിലും ഒരു ഫണ്ട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ICICI പ്രൊഡൻഷ്യലിൻ്റെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് താരതമ്യേന എക്സ്പെൻസ് റേഷ്യോ കുറവ് എന്നുള്ള ഒരു ഫണ്ട് എന്നുള്ള നിലയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ 4 ഫണ്ടിലും നിങ്ങൾക്ക് ഏത് ഫണ്ടും സെലക്ട് ചെയ്യാം. എല്ലാറ്റിൻ്റെയും റിട്ടേൺ സെയിം ആയിരിക്കും, കാരണം ഇൻഡെക്സിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ബീറ്റ ആയാലും എക്സ്പെൻസ് റേഷ്യോ ആയാലും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ചുകൂടി സ്ലൈറ്റ്ലി ബെറ്റർ ലോ ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ആയതുകൊണ്ട് മാത്രമാണ് ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ലാർജ് ക്യാപ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സിപ്പിൻ്റെ 50% നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. അടുത്ത നമ്മൾ പറഞ്ഞത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളാണ്. അപ്പോൾ നമ്മൾ 3 ഫണ്ടുകളാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ നമുക്കറിയാം, അത് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. ഫണ്ട് മാനേജറുടെ ഡിസ്ക്രിഷൻ ഇഷ്ടമുള്ള ഫണ്ടുകളിൽ അലോക്കേഷൻ നടത്താവുന്ന ഒരു സ്വാതന്ത്ര്യം ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 20,000 കോടിക്ക് മുകളിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റുള്ള 4 ഫണ്ടുകൾ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. ഇപ്പോൾ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട്, കൊഡാക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, UTI ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഈ 4 ഫണ്ടുകളാണ് നമുക്ക് ഹൈ AUM ഉള്ള 4 ഫണ്ടുകൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറവ് കാണുന്നത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിനാണ്. അതുപോലെ ഏറ്റവും അധികം റിട്ടേൺ നൽകിയിട്ടുള്ളതും 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ 23.79% റിട്ടേൺ നൽകിയ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ഏറ്റവും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ളത്. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുക, അതായത് വളറ്റിലിറ്റി എത്രമാത്രം ഇത് മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി അനുസരിച്ച് മുകളിലോട്ടും താഴോട്ട് പോകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വളറ്റിലിറ്റി ഉള്ള ഫണ്ട് കൂടിയാണ്
ഈ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പ് 15.88 മറ്റതെല്ലാം അതിൽ കൂടുതലാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ ബീറ്റ വാല്യൂ നോക്കുക, അതായത് ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള നിഫ്റ്റി 500 1% താഴുമ്പോൾ ഈ ഫണ്ട് 0.74% മാത്രമേ താഴുന്നുള്ളൂ. അപ്പോൾ അത് റിസ്ക് മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്കിവിടെ ഇതിൻ്റെ ലോ ബീറ്റ വാല്യൂ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ടേൺ ഓവർ റേഷ്യോ നോക്കുക, അതായത് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഇവർ എത്രമാത്രം വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സ്റ്റോക്ക് സെലക്ഷൻ ആണെങ്കിൽ ഒരിക്കലും ഇടയ്ക്കിടയ്ക്ക് ഇത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇവരക്കാര്യത്തിൽ ഈ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് 9.11% ആണ് അതിൻ്റെ ടേൺ ഓവർ റേഷ്യോ. അത് വളരെ കുറവാണ്. അപ്പോൾ ഏത് പാരാമീറ്റർ വെച്ച് നോക്കിയാലും മറ്റ് 3 ഫണ്ടുകളെയും ബഹുദൂരം പിന്നിലാക്കി എല്ലാ അർത്ഥത്തിലും പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പിൻ്റെ മൊണോപ്പൊളിയാണ് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് 30% നമുക്ക് അലോക്കേഷൻ ഈ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ടിൽ സിപ്പിനായിട്ട് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ICICI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ 50%, പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ടിൽ 30% ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 20%. അപ്പോൾ ഈ 20%ആണ് നമ്മളൊരു സ്മോൾ ക്യാപ്പ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ഹൈ റിസ്ക് എടുക്കുന്ന ആളായാലും ശരി, സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ 20% കൂടുതൽ അലോക്കേഷൻ നടത്തേണ്ടതില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതൊരു നിയമമൊന്നുമല്ല, എൻ്റെ ഒരു വ്യൂ പറഞ്ഞുള്ളൂ. കഴിയുന്നതും 20% കൂടുതൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ലാർജ് ക്യാപ്പിലും ഫ്ലെക്സി ക്യാപ്പിലും നമുക്ക് നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റ് അനുസരിച്ചുകൊണ്ട് അത് മാറ്റി പിടിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 50%-ഉം 30%-ഉമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 40% ആക്കിയിട്ട് ഇതാക്കാം. അതല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അധികമായിട്ട് ഫ്ലെക്സി ക്യാപ്പിലും നിഫ്റ്റി 50-ൽ കുറക്കുകയും ചെയ്യാം. സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ കഴിയുന്നതും ഈ ഒരു 20%-ൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഒരു മോഡറേറ്റ് റിസ്ക് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി അവസാനമായിട്ട് 20% സ്മോൾ ക്യാപ്പിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫണ്ടുകളിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ 15,000 കോടി രൂപയ്ക്ക് മേൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ള 5 സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഒരു താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം 5 വർഷത്തെ റിട്ടേൺ 20%-ന് മുകളിൽ നൽകിയ 5 ഫണ്ടുകൾ നമുക്കിവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തിരഞ്ഞെടുത്ത ഈ ഒരു 5 സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ ഒന്ന് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ടാണ്. ഇത് 46,000 AUM ഉള്ള വലിയൊരു ഫണ്ടാണ്. 0.8% ആണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. അതുപോലെ 5 ഇയർ CAGR റിട്ടേൺ 29% ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 23%, കുറച്ച് അധികമാണ്. ബീറ്റ 0.89 ആണ്. അതുപോലെ ടേൺ ഓവർ റേഷ്യോ 23.53 ആണ്. ഇനി കോണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ AUM 17,000 കോടിയാണുള്ളത്. 0.70 ആണ് എക്സ്പെൻസ് റേഷ്യോ. എന്നാൽ ഇത് നൽകിയ റിട്ടേൺ അമേസിംഗ് ആണ്. 36% CAGR റിട്ടേൺ ആണ് കഴിഞ്ഞ 5 വർഷം ഇത് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കൂടുതലാണ്, 27%. അതായത് ഹൈലി വോളറ്റൈലാണ് ഈ ഒരു ഫണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഇതിൻ്റെ ബീറ്റ വാല്യൂ 0.95 ആണ്. അതായത് ഈ ബെഞ്ച് മാർക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 1% താഴോട്ട് പോകുമ്പോൾ ഇതും 1% ഏകദേശം താഴോട്ടേക്ക് പോകും. എന്നാൽ നേരത്തെ പറഞ്ഞ നിപ്പോൺ 0.89 മാത്രമേ പോകുന്നുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ ടേൺ ഓവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഹൈ ആണ്. 86% ടേൺ ഓവർ റേഷ്യോ ആണ്. അതായത് ഇവർ നിക്ഷേപിക്കുന്ന സ്റ്റോക്കുകളിൽ ഇവർ നിരന്തരം വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് നമുക്കിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇവർ നിക്ഷേപം നടത്തുന്ന സ്റ്റോക്കുകളിൽ ഇവർക്കൊരു കൺവിക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ റിട്ടേൺ നൽകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അത് റിട്ടേൺ നൽകുന്നതിന് വേണ്ടി അവർ വലിയ റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ റിസ്ക് കുറച്ചുകൊണ്ടും ഹൈ റിട്ടേൺ നൽകുന്നതാണ് എപ്പോഴും അഭികാമ്യം എന്ന് നമ്മളിവിടെ ഓർക്കണം. ഇനി HDFC സ്മോൾ ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ അത് 28,000 കോടി AUM ഉണ്ട്. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, 0.61 മാത്രമേ ഉള്ളൂ. എന്നാൽ 5 ഇയർ റിട്ടേൺ 23% ആണ്. അത് മുകളിൽ പറഞ്ഞ ഈ 2 റിട്ടേണൊക്കെയായിട്ട് കുറവാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 23 എന്നുള്ളത് ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. നിപ്പോണായിട്ട് വന്ന് നോക്കുമ്പോൾ ഏകദേശം അതേ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ബീറ്റ വാല്യൂ ക്വാണ്ട് ഫണ്ട് പോലെ തന്നെ 0.96 ഉണ്ട്. റിസ്ക് എടുക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ അത് നൽകുന്നില്ല. കൂടാതെ ടേൺ ഓവർ റേഷ്യോ കുറവാണ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. 9.22% ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വലിയ തോതിലുള്ള ചേഞ്ചസ് ഒന്നും അവർ വരുത്താറില്ല. അടുത്ത 2 ഫണ്ടുകൾ ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടും SBI സ്മോൾ ക്യാപ്പ് ഫണ്ടും
എല്ലാ അർത്ഥത്തിലും ഈ 3 ഫണ്ടുകളേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കമ്പാരിറ്റീവ്ലി ഈ രണ്ടിൻ്റെയും കുറവാണ്. 0.54ഉം അതുപോലെ SBIയുടെ 0.69 ഉണ്ട്. എന്നാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 27%ഉം 25%ഉം ഈ 2 ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുക, ഈ മറ്റ് 3 ഫണ്ടുകളെയും വലിയ തോതിൽ ബീറ്റ് ചെയ്തുകൊണ്ട് വലിയ വോളറ്റിലിറ്റി കാണിക്കാത്ത 2 ഫണ്ടുകളാണ് SBI സ്മോൾ ക്യാപ് ഫണ്ടും ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്. 19% മാത്രമാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ബീറ്റ നോക്കുകയാണെങ്കിൽ അതും താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് കാണാം. അതായത് ബെഞ്ച് മാർക്ക് 1% താഴോട്ട് പോകുമ്പോൾ ഇത് 0.71% പോകുന്നുള്ളൂ. അതുപോലെ SBIയുടേതും അതേപോലെ 0.79% പോകുന്നുള്ളൂ. ഇനി ടേൺ ഓവർ റേഷ്യോ നോക്കുകയാണെങ്കിലും കുറവാണ്. ആക്സിസിൻ്റെ വളരെ കുറവാണ്. ഈ എല്ലാ ഫണ്ടുകളെയും വെച്ച് ഏറ്റവും കുറവ് ടേൺ ഓവർ റേഷ്യോ 4.90 ആണ് ആക്സിസിൻ്റെത്. അപ്പോൾ അത് ഫണ്ട് മാനേജേഴ്സിൻ്റെ അസാധ്യമായ ഒരു സ്കില്ലാണ് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റവരുടെ നോക്കുകയാണെങ്കിൽ SBIയുടെ നോക്കുകയാണെങ്കിൽ 8.74, അതും യഥാർത്ഥത്തിൽ കുറവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന 2 ഫണ്ടുകൾ എന്ന് പറയുന്നത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടും SBI സ്മോൾ ക്യാപ് ഫണ്ടുമാണ്. ഇവയിൽ താരതമ്യേന ബെറ്റർ എന്ന് തോന്നുന്നത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്. കാരണം അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, അതുപോലെ തന്നെ ബീറ്റ വാല്യൂം കുറവാണ് കമ്പാരിറ്റീവ്ലി SBIയേക്കാളും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഇനി SBI സ്മോൾ ക്യാപ് ഫണ്ട് തിരഞ്ഞെടുത്താലും വലിയ കുഴപ്പമില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 3 കാറ്റഗറി ഫണ്ടുകൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായി നിങ്ങൾ എടുക്കേണ്ടതില്ല. നിങ്ങളത് കൂടുതലായി പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.